പ്രദേശവാസികളുടെ ശ്രദ്ധയ്ക്ക് ആനയെ മയക്കുവെടി വെക്കുന്നതിൽ അപകട സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. പരമപര നിർദ്ദേശങ്ങൾ പാലിക്കുക. പ്രദേശവാസികളുടെ ശ്രദ്ധയ്ക്ക് ആനയെ മയക്കുവെടി വെക്കുന്നതിൽ അപകട സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. The animal takes a very, very unpredictable and zigzag path. So it's a very, very intelligent, very clever animal, and it knows the area very well. It hides very well. മുട്ടിക്കൊമ്പൻ ദൗത്യം ഇന്ന് 6ാം ദിവസമായിട്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്നിവിടെ ഉച്ചയായപ്പോഴേ വന്നതാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് നമ്മളിവിടെ കണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് ആനയെ പിടികൂടും എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ഏതായാലും നമുക്കതിൻ്റെ വിഷ്വലിലേക്ക് പോകാം കേട്ടോ. ആനയെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ എൻഡ് പോർഷനിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണുക. ബാക്കിയെല്ലാം ഇന്ന് നമ്മളിവിടെ സംഭവിച്ച കാര്യങ്ങളും കണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. നാലെണ്ണം ഉണ്ട് ഇവിടെ. ഇതമ്മ ഒരു പിടിപാടുമില്ല. എല്ലാ മീഡിയാസും ലൈവ് പോകുന്നുണ്ട് കേട്ടോ. ചാനലിൻ്റെ സകല വിധ ചാനൽ പ്രവർത്തകർ ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് വള്ളുവാടി പ്രദേശത്ത് തന്നെയാണ്.
ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിരിക്കുന്നതൊക്കെ കാണാം. രാവിലെ തൊട്ട് ഈ പ്രദേശത്തുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കുംഹിയാന ഉള്ള പ്രദേശത്തേക്ക് പോയിരുന്നു. അവിടെ കുംഹിയാനകളൊക്കെ നിൽക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സമയം കൃത്യം പറയുകയാണെങ്കിൽ 4 മണിയായി. ഈ സമയത്താണ് നമ്മൾ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. ഏതായാലും ഇവിടെ ഈ കാണുന്ന റോഡും കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇതിലെ വരുന്ന പാസ് ചെയ്യുന്ന ആളുകളെയൊക്കെ അവർക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വണ്ടി നിർത്തരുത്, എവിടെ നിർത്താതെ പാസ് ചെയ്ത് പോകണം എന്ന് പറയുന്നൊക്കെ ഉണ്ട്. ഇത് ഫോറസ്റ്റ് തുടങ്ങുന്ന ഒരു ഏരിയയാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ച് ദൂരം ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വള്ളുവാടി പ്രദേശമൊക്കെ വരുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളോട് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകളോടൊക്കെ. മാത്രമല്ല ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ പാഞ്ഞ് ഇതിലെ പോകുന്നതൊക്കെ തിരക്കിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ മൈക്കൊടി വെക്കാനായിട്ടുള്ള ഒരു സാധ്യതകളായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ആ ഒരു ദൗത്യം സക്സസ് ആവും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. മാത്രമല്ല അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നതും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. പ്രദേശവാസികളുടെ ശ്രദ്ധയ്ക്ക് ആനയെ മൈക്കോടി വെക്കുന്നതിൽ അപകട സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മനോഹര നിർദ്ദേശങ്ങൾ പാലിക്കുക. പ്രദേശവാസികളുടെ ശ്രദ്ധയ്ക്ക് ആനയെ മൈക്കോടി വെക്കുന്നതിൽ അപകട സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. KSRTC അനൗൺസ്മെന്റിന്റെ ഒരു കഥ ഉണ്ടാകും. പ്രിയപ്പെട്ട പ്രദേശവാസികളുടെ ശ്രദ്ധയ്ക്ക് ആനയെ മൈക്കോടി വെക്കുന്നതിനാൽ അപകട സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മനസ്സിലാവില്ല. എനിക്ക് പഴയ പോലെ തന്നെ വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഓടിക്കോ ഇതിനകത്തെങ്ങാനും കയറി നിൽക്കാനാ, ഇവിടെ എങ്ങാനും കയറി നിൽക്കാം, അതാ നല്ലത്. മോനേട്ടാ മോനേട്ടാ, ഹലോ ഹലോ. ആ ഒരാന ഇങ്ങോട്ട് വന്നുണ്ട് ഇവിടെ റോഡിലേക്ക്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഓടുക. ആ വിളിക്കാം. ഇവിടെ എത്തി. അതിൻ്റെ കൂടെയുള്ള ഒരു ആന ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുന്ന കേട്ടോ പറഞ്ഞാൽ. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ചിലപ്പോൾ ഇങ്ങോട്ട് ഓടി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ചേട്ടാ വിഷ്ണുടുത്തോളാൻ പറഞ്ഞടാ. മരത്തിന്റെ വീട്ടിൽ ഷമീർക്കാണല്ലോ വണ്ടി ഓടിക്കണം. ഷമീർ മുട്ടിക്കൊമ്പൻ്റെ ഒപ്പമുള്ള ആന ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും വലിയ ജാഗ്രതയിലാണ്. ആന ഈ പ്രദേശത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ.
മുട്ടിക്കൊമ്പൻ്റെ കൂടെയുള്ള ആന ഈ ഒരു പ്രദേശത്തേക്ക് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഓടിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ട്രൈപ്പോഡ് By yesterday morning in the night, we got to know the elephant is at certain location. So we tracked the animal to that location, and we were constantly observing. Then using kumkis, we tried to make elephant to move towards one location, and thereafter we thought we can dart the animal. But animal evaded our efforts. We were constantly trying to observe the elephant through drone also, but unfortunately it was too fast, and the animal takes a very, very unpredictable and zigzag path. So it's a very, very intelligent, very clever animal, and it knows the area very well. It hides very well. So I hope in the next attempt we catch that. 21 hours you followed that? Yes. So almost some staff are here for past more than 24 hours continuously tracking the animal. So I'm actually really proud of them. Unfortunately, we couldn't find the animal, and we couldn't capture the animal on the time. But anyhow, we'll try our luck again and hope for the best. What's the plan tomorrow? Plan for tomorrow is we'll have a discussion. We'll take what is the analysis of today. Not taking any pride. We'll just take a discussion. We'll have a discussion. Then we'll think how we will proceed. We'll take the feedback of today, and depending on the field condition, we'll take call for today. How many teams are involved? How many? Today there were 2 Kumki elephants in the field. Overall, we had put 4 for the operation, but 2 were not Kumki. Total strength of the staff? How many forest team are So more than almost now all put together maybe 80-90. There was another elephant, that is another wild elephant. It is utilizing the habitat like any other elephant. It is not an issue. Okay, fine. Thank you. ഏറ്റവും അവസാനം വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ, വയനാട് വന്യജീവി സംഘത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. ദ എലഫൻറ്റ് ഈസ് വെരി ഇൻ്റലിജൻറ്റ്, ഇറ്റ് ഈസ് ഹൈഡിങ് വെരി ക്ലെവർലി ആൻഡ് ഈസ് മൂവിങ് ഇൻ എ സിക്സാഗ് വേ. അതായത് ഇങ്ങനെ സിക്സാഗ് വേയിലാണ് സാധനം പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആന നമ്മൾ ഒക്കെ ഇതിനു മുന്നേ വടക്കനാടുകാരൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധി ഉപയോഗിക്കുന്ന വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആന തന്നെയാണ് മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്നത്. അത്ര എളുപ്പത്തിലൊന്നും ഈ ആനയെ പിടിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. ഏതായാലും ഇന്ന് അവർ കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ നമ്മളിതിൻ്റെ പുറകെയാണ്. അതിൻ്റെ വിഷയമൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഏതായാലും ഇന്ന് 6ാം ദിവസത്തെ ദൗത്യവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യം അവർ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുമെന്ന് പറയാം. നാളെ തുടരുമോ അതോ ഒരു ബ്രേക്ക് എടുക്കുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഏതായാലും ഇതാണ് ഇന്ന് നമ്മളിവിടെ കണ്ട കാഴ്ച കേട്ടോ. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ആനയെ പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ.